തൃപ്പൂണിത്തുറയിൽ ഇത്തവണ വിജയം ഉറപ്പെന്നാണ് എൻഡിഎ സ്ഥാനാർത്ഥി അഞ്ജലി നായർ പറയുന്നത്. 4-ാം തീയതി എന്താകും റിസൾട്ട് എന്ന് പോലും അറിയാതെ അവരേറെ സന്തോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. സോമനങ്ങളുടെ കോൺഫിഡൻസ് കാണുമ്പോഴാണ് എനിക്കൊരാശ്വാസം. അത് മോൾക്ക് അവന്റെ കോൺഫിഡൻസിനെ പറ്റി അറിയാനിട്ടാ. മുമ്പ് തോറ്റ എല്ലാ ഇലക്ഷനും ഇതേ കോൺഫിഡൻസ് ആയിരുന്നു. കണി വെക്കുമ്പോ സാധാരണ ചക്ക വെക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അഞ്ജലിക്ക് ഇത്തവണ അത് വെക്കുമ്പോ മനസ്സിലൊരു അല്ലേ? തീർച്ചയായിട്ടും അത് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. ഞങ്ങൾ ചക്ക വാങ്ങാൻ വേണ്ടി നിർത്തിയ ആ വണ്ടിയുടെ അടുത്തും അവർക്ക് ആകെ ഒരു ആവേശമായിരുന്നു. ഏത് ചക്ക എനിക്കെടുത്ത് തരണം, ഏതാ നല്ലത്. അഞ്ജലി ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. നേരത്തെ പറഞ്ഞത് ചക്ക മുറിച്ചാൽ താമരയാണ്, താമര ചക്കയാണെന്നൊക്കെ പറഞ്ഞത് ഒരു കുറച്ച് ട്രോളുമായി. പക്ഷെ അഞ്ജലി അതിനൊക്കെ വളരെ മനസാന്നിധ്യത്തോടെ നേരിട്ടു അല്ലേ? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞതല്ല, ഒരു അമ്മൂമ്മ പറഞ്ഞതാണ് എൻ്റെ അടുത്ത്. മോള് എവിടെ പോയാലും താമര ചിഹ്നം കണ്ടില്ല, അത് കുത്തൂല, വോട്ട് കുത്തില്ല, താമര കണ്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞ് പരിഭവം കാണിക്കുന്നവരോട് താമര തന്നെയാണ് ചക്ക, ചക്ക തന്നെയാണ് താമര. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളിയിൽ കിടക്കുക. ഈ 4ന്റെ പ്രതീക്ഷ എത്രമാത്രമാണ്? കാരണം എൻഡിഎയുടെ ഒരു കണക്ക് പ്രകാരം തൃപ്പൂണിത്തുറയില് ചരിത്ര വിജയം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ പടക്കക്കടയിൽ പോയപ്പോൾ എല്ലാവരും 4-ാം തീയതി എത്ര പടക്കം വാങ്ങണം എന്നുള്ള, അപ്പൊ അതുപോലെ എല്ലാരും പ്രതീക്ഷിക്കുന്നുണ്ട്. 101% വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ്. വീണ്ടും മത്സരമായിട്ട് കാണുന്നതുകൊണ്ട് 4-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഏറെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് മീഡിയയുടെ ഭാഗത്തുനിന്ന്. അത് ഞാൻ വളരെ ബ്ലെസ്ഡ് ആണ്, താങ്ക്ഫുൾ ആണ്. ഇനി എത്രമാത്രം വോട്ട് കൺവേർട്ട് ആവുകയും വരും എന്നുള്ളൊരു ആശങ്ക മാത്രമാണ്. മെയ് 4 വരെ എന്തായാലും ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാകും. 4-ന് ശേഷം പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ചേച്ചിന്റെ പൊടി പോലും കാണാൻ സാധ്യതയില്ല. 100% ഞാൻ യോജിക്കുന്നു. എന്തായാലും മാധ്യമങ്ങൾക്കും ഇപ്പൊ എൻഡിഎ സ്ഥാനാർത്ഥികളെ മതി. ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവർ എൻഡിഎ സ്ഥാനാർത്ഥികളുടെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. ഒരു എന്റർടൈൻമെന്റ് പരിപാടി പോലെയാണ് മാധ്യമങ്ങൾ ഇതിനെ കാണുന്നതെന്ന് തോന്നും. എൻഡിഎ സ്ഥാനാർത്ഥികൾ എന്തായാലും കുറച്ച് പൊട്ടത്തരങ്ങളെ വിളിച്ചു പറയല്ലോ. ഇലക്ഷൻ റിസൾട്ട് വരുന്നത് വരെ ഇടയ്ക്കിടെ ഇവരേക്ക് ഊറ്റി ജീവിക്കാമെന്നാണ് മാധ്യമങ്ങളുടെ മനസ്സിലിരിപ്പെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം പോലും ഏഷ്യാനെറ്റ് ന്യൂസിൽ അഞ്ജലി നായരുടെ ഒരു ചെറിയ ഇന്റർവ്യൂ വന്നതേ ഉള്ളൂ. പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ അത് പിന്നെ എൻഡിഎ സ്ഥാനാർത്ഥികൾ എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായിരിക്കും റിസൾട്ട് എന്ന് അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. പിന്നെ അഞ്ജലി ചേച്ചി പറയുന്നത് പോലെ ഇനി ആരെങ്കിലും ജയിക്കുമെന്ന് കരുതി സന്തോഷിക്കുന്നുണ്ടെങ്കിൽ സന്തോഷിച്ചാട്ടെ അല്ലെ. എന്തായാലും മെയ് 4 വരെ ഉള്ളൂ ആ സന്തോഷം. അത് കഴിഞ്ഞാൽ പിന്നെ പാവങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്നറിയാലോ.